വലിയ നൊയമ്പിൽ ഭവനബന്ധിതമായ ശുശ്രൂഷകൾ നടത്താമോ? ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ കാര്യങ്ങൾ നല്ല ഉദ്ദേശത്തോടെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സമയം കിട്ടുന്നതിനനുസരിച്ചാണ് എന്ന് മാത്രമേ ഉള്ളൂ. പറ്റുന്ന അത്രയും സമയം നിങ്ങളുമായി സംവദിക്കാൻ, പ്രത്യേകിച്ച് വ്യക്തിഗത കാര്യങ്ങളല്ല, സഭാകാര്യങ്ങൾ, സാമൂഹ്യ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്കറിയാം, വലിയ നോയമ്പൊക്കെ നടക്കുമ്പം ദേവാലയത്തിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസം വിശുദ്ധ കുർബാനയില്ല. കാരണം വലിയ നോയമ്പും 3 നോയമ്പും ഉപവാസത്തിന് പ്രാധാന്യം നൽകുന്ന നോയമ്പുകളാണ്. ബാക്കി ഒന്നിനും ഉപവാസമില്ല, നോയമ്പ് ആണ് മാത്രം. ഉപവാസത്തിന് പ്രാധാന്യം നൽകുന്ന നോയമ്പാണ് അനുതാപത്തിൻ്റെ നോയമ്പുകളായ 3 നോയമ്പും 50 നോയമ്പും. അതുകൊണ്ട് തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കാറില്ല. അത് ബുധൻ വെള്ളി ദിവസങ്ങളിൽ സഭയിൽ അല്ലാതെയും പാടില്ലെന്ന് തന്നെയാണ്. എന്നാൽ അടിയന്തരമായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുർബാന അർപ്പിക്കുന്നത് തെറ്റില്ല എന്നാണ്. പല തീർത്ഥാടന കേന്ദ്രങ്ങളും ബുധനും വെള്ളിയൊക്കെ കുർബാന ഇല്ലെന്ന് കാണുമ്പോൾ എനിക്ക് രസം തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ലല്ലോ. ഇവിടെ ചോദ്യം ഇതാണ്, അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ഒരു കല്ലിടിയിൽ വരിക, ഒരു കട്ടിളവെപ്പ് വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭവന കൂദാശകൾ വരിക, ഇതൊക്കെ നടത്താമോ? നടത്തുന്ന തെറ്റല്ലേ? എൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ കാര്യം, ഭാര്യ പറഞ്ഞു തെറ്റാണ്, ഭർത്താവ് പറഞ്ഞു തെറ്റല്ല. അപ്പം ഇതിലേതാണ് അച്ഛൻ ശരി, അച്ഛൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞവരുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം കൊണ്ടുവരുന്നത് തന്നെ. സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ട കാര്യം അതിനകത്ത് ഇപ്രകാരമുള്ള ചടങ്ങുകൾ, അതായത് കല്ലിടിയിലോ കട്ടിളവെപ്പോ ഭവന കൂദാശകളോ ഒന്നും തന്നെ ഏത് സമയത്ത് നടത്തുന്നതിന് തെറ്റില്ല. ഏത് സമയത്ത് നടത്തുന്നത്, നൊയമ്പാണെങ്കിലും നൊയമ്പ്, അല്ലെങ്കിൽ ഉപവാസമാണെങ്കിലും ഉപവാസം, അല്ലെങ്കിലും നടത്തുന്നതിൽ തെറ്റില്ല. എന്നാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു തെറ്റുണ്ട്. അതെന്താണ്? ആ തെറ്റ് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കുകയും ചെയ്യാം. എന്താണ്? ഈ നമ്മൾ ആളുകളെ ക്ഷണിക്കുകയാണ്. ഒരു കല്ലിടിയിലായിരുന്നാലും ഭവന കൂദാശയായിരുന്നാലും കട്ടിളവെപ്പായിരുന്നാലും നമ്മൾ ആളുകളെ ക്ഷണിക്കുകയാണ്. അവർ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ഒരു വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുത്തേ പറ്റുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ക്രമീകരിക്കുമ്പോൾ ഈ ആളുകൾ വരികയും അവർ ഈ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന മുഖാന്തരം അവരുടെ ഉപവാസം ലംഘിക്കപ്പെടുകയും ചെയ്യും. പോട്ടെ, നമ്മൾ നൊയമ്പിന് അരുതാത്തൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ഉപവാസം നമ്മൾ ലംഘിക്കപ്പെടും. നമ്മൾ ഉപവാസം എടുത്തോ എടുത്തില്ലയോ, എടുക്കാതിരിക്കാൻ അവകാശമില്ല, രോഗികൾക്ക് മാത്രമാണ് എക്സെപ്ഷൻ. അവർ ഉപവാസം എടുക്കേണ്ടത് നമ്മളായിട്ട് ലംഘിക്കരുത്. ഇന്നിപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ ചിലയിടത്ത് ചെല്ലുമ്പോൾ കാണാറുണ്ട്, ഇന്നിപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല, ഒരു ദിവസത്തെ കാര്യമല്ല, ഇതുപോലെ എല്ലാ ദിവസവും. അപ്പം അതുകൊണ്ട് ആ ഒരു ദിവസം എന്ന് പറയുന്നത് പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടത്തി അത് ലംഘിക്കാനിടയായിരുന്നു. ചില ആളുകൾ പറയുന്ന പോലെ, അച്ഛന് നോയമ്പുണ്ടെന്ന് നമുക്കെന്നാ, അച്ഛന് നോയമ്പുള്ളവർ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു എന്നൊക്കെ പറയും. അപ്പം അതൊക്കെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം. നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടത്തുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? ദൈവപ്രീതിക്ക് വേണ്ടിയാണ്, അല്ലേ? മനുഷ്യപ്രീതിക്ക് വേണ്ടിയല്ല. മനുഷ്യപ്രീതിക്കാണെങ്കിൽ കുഴപ്പമില്ല. ദൈവപ്രീതിക്ക് വേണ്ടി നമ്മളത് നടത്തുമ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് അവിടെ നമ്മൾ നടത്താൻ പാടില്ല. ദൈവത്തിന് ഇഷ്ടമാണോ സഭയുടെ നോയമ്പ് അല്ലയോ എന്ന് ചോദിച്ചാൽ, സഭ ദൈവത്തിൻ്റെ ശരീരമാണ്. സഭയുടെ എല്ലാ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാ ഇഷ്ടവും അനിഷ്ടവുമാണ് സഭയുടെ ഇഷ്ടമായി മാറുന്നത്. ആ ഇഷ്ടത്തിന് വിപരീതമായി നമ്മുടെ കുടുംബത്തിൽ ചെയ്താൽ അത് അനുഗ്രഹമല്ല. അതുകൊണ്ട് ദൈവവിശ്വാസം ഇല്ലാത്തവരും സഭാവിശ്വാസം ഇല്ലാത്തവരും സഭാജീവികളായി ജീവിക്കുമ്പം അവർ സ്വാഭാവികമായിട്ടും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. നമ്മൾ പറഞ്ഞാലും അനുസരിക്കില്ല. പലതിൻ്റെയും ഒരു കാര്യം നമ്മൾ പറയുമ്പം അതിന് നേരെ കൗണ്ടർ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്താ കുഴപ്പം? ഇങ്ങനെ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെയുള്ളത് വേണ്ട എന്ന് തന്നെയാണ്. അതിനെ അങ്ങനെ ചിന്തിക്കാനിടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം
അനുഗ്രഹകരമായി സമാധാനപരമായുള്ള ജീവിതമാണ്. അത് നിർവഹിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ദൈവകൃപ വരാതിരിക്കുമ്പോഴാണ്. അപ്പോൾ അത് വരാൻ വേണ്ടി എന്താണോ പാലിക്കപ്പെടേണ്ടത് അതിനെ അപ്രകാരം പാലിക്കാൻ സഭാമക്കൾക്ക് സാധിക്കട്ടെ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.